നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇമേജ് എങ്ങനെയാണ് വെബ് പേജിൽ എംബഡ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ഇൻ എ വെബ് പേജ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് നാവിഗേറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പേജസ് or with of the same different sections of the same page and other resources like images etc, images, files etc. സോ അതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള കാര്യം തന്നെ ഇത്രയും കാര്യം അല്ലേ. അപ്പോൾ അതിനകത്ത് ഇതിനകത്തുള്ള ബോഡിക്കകത്തുള്ള കണ്ടന്റ് മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്? ആങ്കർ ടാഗ് ആണ്. ANCHOR. ആ ടാഗ് ഡിനോട്ട് ചെയ്യുന്നത് A ആണ്. ഓക്കെ, ഈ ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാം. ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തും കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ href. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് href ഉണ്ട്. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ടാർഗറ്റ്. ഓക്കെ, മെയിനായിട്ട് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്, hrefഉം ടാർഗറ്റും. ദെൻ നെയിം കൊടുക്കുക. എന്താണ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ലിങ്ക് കൊടുക്കും, ആ ലിങ്കിലോട്ട് പോകും, വെബ്സൈറ്റിലോട്ട് പോകും. ഇപ്പം href = എനിക്കിവിടെ ഗൂഗിളിൻ്റെ ഹോം പേജിലോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കും? ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പേജ് ഓപ്പൺ ആയിട്ടുണ്ട്, വെബ് പേജ് ഉണ്ടോ? ഇല്ല. സോ എനിക്ക് ഗൂഗിളിൻ്റെ സൈറ്റിലോട്ടാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കും? ഗൂഗിളിൻ്റെ URL ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഗൂഗിൾ ഹോം പേജിൻ്റെ URL, ദാറ്റ് ഈസ് http://www.google.com. ഓക്കെ, വിത്തിൻ ഡബിൾ കോട്ട്സിൽ കൊടുക്കണ്ടേ? വിത്ത് ഡബിൾ കോട്ട്സിൽ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു എന്തും വിത്തിൻ ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ഇനി ഞാൻ ടാർഗറ്റ് ഇവിടെ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ ഇവിടെ ഓപ്പൺ ചെയ്തു, ടാഗ് ഇങ്ങനെ ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്യണ്ടേ? ക്ലോസ് ചെയ്യുന്ന അപ്പം ഞാൻ എവിടെ ക്ലോസ് ചെയ്തു? ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ടാഗ് ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഇതുവരെ ഞാൻ ആ ടാഗ് ക്ലോസ് ആങ്കർ ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ല. സോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു, വിസിറ്റ് ഗൂഗിൾ ഹോം പേജ്. വിസിറ്റ് ഗൂഗിൾ ഹോം പേജ് എന്ന് കൊടുത്തു. ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ൻ്റെ ആങ്കർ ടാഗ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പം ജസ്റ്റ് നമുക്ക് സേവ് ചെയ്തൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ എന്ത് വന്നു? ഇവിടെ ഒരു ലിങ്കായിട്ട് വന്നു കണ്ടോ? ഇവിടെ ഒരു ലിങ്കായിട്ട് വന്നത് കണ്ടു അല്ലേ? ജസ്റ്റ് href ലിങ്കാണ്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഹൈപ്പർ ലിങ്ക് ആണ്, കാരണം നമ്മുടെ കേഴ്സർ ഒരു ഹാൻഡ് സിമ്പിൾ ആയി കഴിഞ്ഞാൽ അതൊരു ഹൈപ്പർ ലിങ്ക് ആണ് അല്ലേ? അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈറ്റിലോട്ട് പോകണം. പിന്നെ വിസിറ്റ് ഗൂഗിൾ ഹോം പേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ആ ലിങ്കിൻ്റെ പേര്. സോ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ അവിടെ നടന്നത്? നേരെ ഗൂഗിളിൻ്റെ ഹോം പേജിലോട്ട് പോയി. അതായത് നമ്മുടെ വെബ് പേജ്, നമ്മുടെ സാമ്പിൾ വെബ് പേജ് എന്ന് പറഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വന്നു? google.com ആയി. സോ എനിക്ക് ഈ google.com വേറൊരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടാർഗറ്റ്. ഓക്കെ, ഇപ്പോൾ ബൈ ഡീഫോൾട്ട് സെയിം വെബ് പേജിനെ റീപ്ലേസ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ടാർഗറ്റ് = വിത്തിൻ ഡബിൾ കോട്ട്സിൽ _ blank ഒന്ന് കൊടുത്തു. ബ്ലാങ്ക്
ഇനി ഞാൻ ഒന്ന് കൊടുത്തു നോക്കാം. ഞാൻ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. ഇനി ഞാൻ അതിലോട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇവിടെ ടാബ് ഓപ്പൺ ആവാൻ നോക്കാം. യെസ്, ഡെഫിനറ്റ്ലി അതൊരു പുതിയൊരു ടാബിലോട്ട് നമ്മുടെ ഗൂഗിൾ ഹോം പേജ് ഓപ്പൺ ആയി. ക്ലിയർ? ഇനിയുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ജസ്റ്റ് നമ്മുടെ ഹാൻഡ് ടാബ് വരുമ്പോഴത്തേക്കും എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിനുള്ള ഹോം പേജ് ആണെന്നുള്ള വേണമെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ താഴെ ഹോവേഴ്സ് നമ്മുടെ ഇത് ഈ ഒരു സൈറ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടൻറ് എന്താണ് ജസ്റ്റ് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് യൂസ് ചെയ്യാം ടൈറ്റിൽ. എന്താണ് ടൈറ്റിൽ? സോ ടൈറ്റിൽ ഇസ് ഈക്വൽ ടു സംതിങ് ഞാൻ ഗൂഗിൾ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ സേവ് ചെയ്തില്ല. അപ്പോൾ എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടോ? ഞാൻ ഹാൻഡ് ടാബ് വരുമ്പോഴത്തേക്കും ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ടൈറ്റിൽ ഇസ് ഈക്വൽ ടു ഗൂഗിൾ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ റിഫ്രഷ് ചെയ്തു. എന്നിട്ട് ഞാനിതിൽ ജസ്റ്റ് ഹോവർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് താഴെ എഴുതി കാണിക്കുന്നുണ്ട്? ഗൂഗിളിൽ നിന്ന് എഴുതി കാണിക്കുന്നുണ്ടോ? സോ അങ്ങനെ ജസ്റ്റ് നമുക്കൊരു പേര് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. സോ എയിൻ്റെ അകത്ത് ആങ്കർ ടാഗിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? HRF ഉണ്ട്, ടൈറ്റിലുണ്ട്, ടാർഗറ്റ് ഉണ്ട്. മിനിമം ഇത്രയേ ഉള്ളൂ. HRF, ടൈറ്റിൽ, ടാർഗറ്റ്. HRF എന്ന് പറയുമ്പോൾ വേറൊരു ലിങ്കിലോട്ടാണ് പോകുന്നത്, വേറൊരു വെബ്സൈറ്റ് ലിങ്കിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം അത് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. അതിൻ്റെ അകത്തുള്ളതാണ് ഇത്രയും കണ്ടൻസ്. ആങ്കർ ടാഗിൻ്റെ അകത്തുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ഇതാ ഇത്രയും. HRF, ടൈറ്റിൽ, ടാർഗറ്റ്. HRF എന്ന് പറഞ്ഞാൽ ആ സൈറ്റിൻ്റെ URL. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ when the user hovers over the site ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ആ കണ്ടൻറ്റ്. ടാർഗറ്റ് അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ the site will be open in a web page will be open in a new tab. Otherwise by default open in the same web page itself. Okay. ഈ വിസിറ്റ് ഗൂഗിൾ ഹോം പേജ് എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക്, ഇതിൻ്റെ ഹൈപ്പർ ലിങ്കിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ടാഗ് ക്ലോസ് ചെയ്യണം, ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതാണ്. അപ്പം ആങ്കർ ടാബ് എന്ന് പറയുമ്പം ഇത് മാത്രമല്ല, ഇനി എനിക്ക് എന്തെങ്കിലും എൻ്റെ കണ്ടൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനി എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ശകം ആങ്കർ ടാഗ് ഇത് മാത്രമല്ല, സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ PDF അല്ലെങ്കിൽ ഡോക്ക് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആങ്കർ ടാബ് യൂസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയെന്നും കൂടെ പറഞ്ഞുതരാം. സോ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഫൗണ്ടേഷൻ സിലബസ് എന്ന് പറഞ്ഞ ഒരു PDF ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്. ആ PDF ഡോക്യുമെൻറ്റ്, അപ്പോൾ അതെനിക്ക് ഈ ടാബിൽ ഓപ്പൺ ചെയ്ത് വരണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് അവിടെയും വരുന്നത് അല്ലേ, ഇത്രയും കാര്യങ്ങൾ വരും. ടൈറ്റിൽ ഒന്ന് കൊടുക്കാം, ടാർഗറ്റ് അണ്ടർസ്കോർ ബ്ലാങ്ക് തന്നെ കൊടുക്കാം അല്ലേ. ഇനി വിസിറ്റ് ഗൂഗിൾ ഹോം പേജിന് പകരം ഞാൻ വിസിറ്റ് സിലബസ് എന്ന് കൊടുത്തു. വിസിറ്റ് സിലബസ്. ടൈറ്റിലിന് പകരം ഞാൻ സിലബസ് ഓഫ് ഇവിടെ വിസിറ്റ് സിലബസ് എന്ന് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത്? ഈ വിസിറ്റ് ഗൂഗിൾ ഹോം പേജിന് പകരം ഞാൻ ജസ്റ്റ് വിസിറ്റ് സിലബസ് എന്ന് കൊടുത്തു. ഈ ടൈറ്റിലിന് പകരം സിലബസ് ഓഫ് വെബ് ഡിസൈൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ അകത്ത് എന്താ വരേണ്ടത്? ഇതിൻ്റെ ലിങ്കാണ്. സോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ആസ് പാത്ത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുക. അപ്പം നോർമലി നമുക്ക് എന്ത് വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വിസിറ്റ് ഗൂഗിൾ ഹോം പേജ് മാറി ഇവിടെ എന്ത് വരും? വിസിറ്റ് സിലബസ് എന്ന് വരും. അതിന് ഹോവർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? സിലബസ് ഓഫ് വെബ് ഡിസൈൻ എന്ന് വരും. നോക്കാം. ഞാൻ കൺട്രോൾ S കൊടുത്ത് സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു.
റിഫ്രഷ് ചെയ്തപ്പം തന്നെ അവിടെ എന്ത് വന്നു? വിസിറ്റ് സിലബസ് എന്ന് വന്നു. അപ്പം എൻ്റെ പേരെന്ത് വന്നു? വിസിറ്റ് സിലബസ്. അതിനെ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് വന്നു? സിലബസ്. ടൈറ്റിൽ എന്താണ്? സിലബസ് ഓഫ് വെബ് ഡിസൈൻ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പം കണ്ടോ സിലബസ് ഓപ്പൺ ആയത് കണ്ടോ? സിലബസ് ഓപ്പൺ ആയത് കണ്ടോ? പുതിയ പേജ്. കാരണം എന്താണ്? പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യാനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? ടാർഗറ്റ് ഇസ് ഈക്വൽ ടു അണ്ടർസ്കോർ ബ്ലാങ്ക്. സോ ഇതാണ് ആങ്കറിൻ്റെ യൂസേജ്, ആങ്കർ ടാഗിൻ്റെ യൂസേജ്. ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് ആങ്കർ ടാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് മെയിനായിട്ടുള്ള HRF ഉണ്ട്, ടൈറ്റിലുണ്ട്, ടാർഗറ്റ് ഉണ്ട്. ഇതെനിക്ക് ഡൗൺലോഡ് ആയി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ശേഷം ഡൗൺലോഡിനും കൂടെ കൊടുത്താൽ മതി. ഡൗൺലോഡിനും കൂടെ കൊടുക്കണം. സോ Ctrl+S കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അത് ഡൗൺലോഡും കൂടെ ആയി വരും. 2 പ്രാവശ്യം ഓപ്പൺ ചെയ്ത്, അതാണ് 2 പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആങ്കർ ടാഗിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്.